കുട്ടാ. അമ്മയുടെ ഒച്ചയിടഞ്ഞു. ഞങ്ങൾക്ക് നിന്നെ മനസ്സിലാകും. ആ കുട്ടിയുടെ സാമീപ്യം അറിഞ്ഞപ്പോൾ ഒരുപാട് പരിചയമുള്ളതുപോലെ തോന്നി. നമുക്കേറെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ അദൃശ്യ സാന്നിധ്യം. കാർ വീണ്ടും മുന്നോട്ട് ഓടി തുടങ്ങി. കാശി കണ്ണുമടച്ച് പിന്നിലേക്ക് ചാരിക്കിടന്നു. നമ്മുടെ വിവാഹം കഴിയുമ്പോൾ കുട്ടേട്ടൻ പിന്നെ ഒരിടത്തും പോകരുത് കേട്ടോ. ഇവിടെ എന്റെ ഒപ്പം കാണണേ. കൊഞ്ചിക്കൊണ്ട് പറയുന്ന പെണ്ണിന്റെ മൂക്കിൻ തുമ്പിൽ കാശി കിള്ളി വിട്ടു. ഉഫ്, എനിക്ക് വേദനിച്ചു കുട്ടേട്ടാ. പെണ്ണ് അവനെ നോക്കി ചുണ്ടു ചുളുക്കി പറഞ്ഞു. പിന്നെ നിന്നെയും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരുന്നാൽ മതിയോ? മതി. കുട്ടേട്ടൻ എന്റെ ഒപ്പം എപ്പോഴും വേണമെന്നാണ് എന്റെ ആഗ്രഹം. കുപ്പിവള ചിതറും പോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവന്റെ മുഖത്ത് ചുംബിച്ചു ഗൗരി. കാശി ചുംബിക്കുന്നതിനായി പെണ്ണിന്റെ മുഖം കൈക്കുമ്പിളിൽ എടുക്കുമ്പോഴേക്കും അവൾ അകന്നു മാറും. അതെന്തൊരു പോക്കാണ് ഗൗരിയെ. നിനക്കാകാം, എനിക്കായിക്കൂടെ? ഒരിക്കൽ ചേർത്ത് പിടിച്ചു കവിളിലേക്ക് മുഖം അടുപ്പിച്ചതും പെണ്ണ് അവന്റെ മുഖം തട്ടി മാറ്റി. അവൾ അവളുടെ മുഖം അവന്റെ മുഖത്തേക്ക് ചേർത്ത് ആഞ്ഞു കടിച്ചിരുന്നു. ആ നൊന്തു. എരിവ് വലിച്ചു കാശി. ആ വേഗത്തിൽ കവിൾ ഒഴിഞ്ഞുകൊണ്ട് കണ്ണു തുറന്നു നോക്കുമ്പോഴേക്കും കാശിയുടെ കാർ കുന്നത്തെത്തിയിരുന്നു. അമ്മയെ കാറിൽ നിന്നും പുറത്തേക്കെടുത്തതും രാജീവൻ വീൽചെയറുമായി മുന്നോട്ട് വന്നു. ഒരുപാട് നേരം ഇരുന്നത് കൊണ്ടായിരിക്കും വല്ലാത്ത ദേഹം വേദന. കിടക്കയിലേക്ക് കിടത്തുമ്പോൾ ആരോടൊന്നില്ലാതെ അമ്മ പറഞ്ഞു. എങ്കിലും അവരുടെ മുഖത്ത് അതുവരെ ഇല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. ആ സന്തോഷം അതേ അളവിൽ അമ്മാവന്റെ മുഖത്തും കണ്ടപ്പോൾ കാശി മാത്രം ധർമ്മസങ്കടത്തിലായി. തിരികെ കാറിനടുത്തേക്ക് രാജീവന്റെ ഒപ്പം നടക്കുമ്പോൾ ആശയക്കുഴപ്പത്തിൽപ്പെട്ട് അവന്റെ മനസ്സ് ഉഴറുകയായിരുന്നു. നിന്റെ മനസ്സിന്റെ ആശങ്കകൾ എനിക്ക് മനസ്സിലാവും കാശി. പക്ഷെ നീ എപ്പോഴും മറന്നുപോകുന്ന രണ്ടുപേർ കൂടിയുണ്ട്, അമ്മയും അമ്മാവനും. കഴിഞ്ഞതൊക്കെ മറക്കാൻ നിനക്ക് കഴിയണം കാശി. ചില കൂടിച്ചേരലുകൾ അത് വിധിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിനക്ക് ദേഷ്യം തോന്നിയേക്കാം. എന്നാലും എന്റെ മനസ്സിലുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. കൺമണി, ആ കുട്ടിയെ കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ആർക്കും ഗൗരിയെ ഓർമ്മ വരും. ചിലപ്പോൾ ഈശ്വരൻ നിനക്ക് വേണ്ടിയായിരിക്കും അവളെ കാത്തു സൂക്ഷിച്ചത്. രാജീവന്റെ നേർക്ക് കാശി കത്തുന്ന നോട്ടമെറിഞ്ഞു. യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ നീ മനഃപൂർവ്വം ശ്രമിക്കാത്തതാണ് കാശി. ഇനിയും നിന്ന് സമയം കളയുന്നില്ല. ഞാൻ ഇറങ്ങുന്നു. പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ബൈക്കിനടുത്തേക്ക് നീങ്ങുമ്പോഴാണ് ഉണ്ണിയുടെ വായിൽ നിന്നും ആ പാട്ട് കേൾക്കാനിടയായത്. എന്താടാ, നിന്റെ കൺമണി എന്തു പറയുന്നു? കളിയാക്കിക്കൊണ്ടുള്ള ഉണ്ണിയുടെ ചോദ്യം കേട്ടിട്ടും അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ദേ ഉണ്ണി, മര്യാദയ്ക്ക് വരുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ എന്റെ പാട് നോക്കി പോവും. ബൈക്കിൽ കയറി ഇരുന്നു കൊണ്ട് രമേശൻ ബൈക്ക് സ്റ്റാർട്ടാക്കി. അങ്ങനെ അങ്ങ് പോകാതെടാ, ഇവിടുന്ന് ബസ് കുറവാണ്. വൈകുന്നേരം ഞാൻ ഇവിടെ വലഞ്ഞു പോവുകയേ ഉള്ളൂ. ചിലപ്പോഴേ കാണൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ വീടെത്തുമ്പോൾ ഒരുപാട് ലേറ്റ് ആകും. വീട്ടിൽ പോകണമെന്ന ബോധമുണ്ടെങ്കിൽ വായടച്ച് മിണ്ടാതിരിക്കണം, രമേശൻ ഈർഷ്യയോടെ പറഞ്ഞു. ഉണ്ണി വേഗം ബൈക്കിന്റെ കീ ഊരിയെടുത്തു. നീ എന്ത് കോപ്പാടായി കാണിക്കുന്നത്? രമേശന് ദേഷ്യം വിറഞ്ഞു കയറി. എന്താടാ കാര്യം? സാധാരണ ഞാൻ ഇതിലും കൂടുതലൊക്കെ നിന്നെ കളിയാക്കുമ്പോൾ നീ അതൊന്നും കാര്യമായി ആസ്വദിക്കുന്ന കൂട്ടത്തിലാണല്ലോ. ഇന്നെന്തു പറ്റി? ഞാൻ വന്നത് മുതലേ ശ്രദ്ധിക്കുന്നു, ആകെ ഒരു മൂഡ് ഓഫ്. ഒന്നുമില്ലടാ, രമേശൻ മറുപടി പറഞ്ഞു. അതൊന്നുമല്ല, കാര്യമായിട്ട് എന്തോ ഉണ്ട്. ഞാൻ ഇന്നും ഇന്നലെയും നിന്നെ കാണാൻ തുടങ്ങിയതല്ലല്ലോ. എന്താടാ പ്രശ്നം? എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ആണോ? എടാ, ഇന്ന് കൺമണിയെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വന്നിരുന്നു. രാധമ്മയുടെ സംസാരത്തിൽ നിന്ന് അവർക്ക് അവളെ ബോധിച്ച മട്ടാണ്. ജാതകം നോക്കി ചേർച്ചയുണ്ടെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് പെണ്ണ് കാണാൻ ചടങ്ങ് നടത്തിയത്. അതിനാണോടാ നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞത് നിന്റെ മനസ്സിലുള്ള ഇഷ്ടം ആ പെങ്കൊച്ചിനോട് തുറന്നു പറയാൻ. അപ്പോ അവന്റെ അനുജത്തിയുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരി എന്തൊക്കെയായിരുന്നു. ഇപ്പൊ എന്തായി? മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയതുപോലെ ആയോ? നീ വൈകുന്നേരം നേരത്തെ അവളുടെ വീട്ടിലേക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞ് അവളെ നിനക്ക് ഇഷ്ടമാണെന്ന് പറയൂ. ഇത്രയും നാൾ ആ കൊച്ചിനോടൊന്നും തുറന്നു പറയാതെ ഇപ്പോൾ ഒരു ആലോചന വന്നപ്പോൾ അവൻ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ഉണ്ണി? ശരിയല്ല, ഒട്ടും ശരിയല്ല. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, കടപ്പുറത്ത് പരിക്കുട്ടിയെ പോലെ പാടിപ്പാടി നടക്ക്. ആ പെങ്കൊച്ച് നല്ല വല്ല ചെറുക്കന്മാരെ കെട്ടി സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ.
നിന്നെ പോലെയുള്ളവന്മാരെ ഉപദേശിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നിന്നെ കൊണ്ടൊന്നും ആവുകയില്ലെങ്കിൽ പ്രേമിക്കാൻ പോകരുത്. എടാ, ഈ പ്രേമം എന്ന് പറയുന്നത് നിന്റെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല. നിനക്കിഷ്ടം തോന്നിയ ആ കൊച്ചിനോട് പോയി തുറന്നു പറയണം. എടാ, പറഞ്ഞാലല്ലേ അവളെ അറിയൂ നിനക്ക് അവളോട് സ്നേഹമുണ്ടെന്ന്. എടാ, അതിനൊരു സാഹചര്യം ഉണ്ടാവാതെ എങ്ങനെ പോയി പറയാനാ? പിന്നെ ഇത്രയും നാൾ ഇയാൾ കുറെ സാഹചര്യം ഉണ്ടാക്കിയിട്ടാണല്ലോ എല്ലാം പറഞ്ഞത്. ഓ, ഇവൻ ഇന്ന് എന്റെ വായിലിരിക്കുന്ന പുളിച്ചത് മുഴുവൻ കേൾക്കുമല്ലോ ഭഗവതി. ഇനി ഇവിടെ നിന്നാൽ ഞാൻ തന്നെ ഇവനെ അറിയാതെ കൈവയ്ക്കും. അതുകൊണ്ട് പൊന്നു മോനെ, നീ വണ്ടി എടുക്ക്. എനിക്ക് നിന്നോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. ഉണ്ണി പറഞ്ഞുകൊണ്ട് രമേശിന്റെ ബൈക്കിന് പിന്നിലേക്ക് കയറി. കണ്ണേ, ഇന്ന് വന്ന ആ പയ്യനെയും വീട്ടുകാരെയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. നിനക്കിഷ്ടമായോ? നാരായണി ചോദിക്കുമ്പോൾ അവൾ ആലോചിച്ചു. പെണ്ണ് കാണാൻ വന്നിട്ട് എന്റെ മുഖത്ത് പോലും നോക്കാത്ത ഒരാളെ ഇഷ്ടമാണെന്ന് എങ്ങനെ പറയുമെന്നായിരുന്നു കൺമണിയുടെ ചിന്തയപ്പോൾ. ആ വീട്ടുകാരൊക്കെ നല്ല ആൾക്കാരാണ്. ആ പയ്യനും എന്റെ മോളെ ഇഷ്ടപ്പെട്ട മട്ടാണ്. എത്രയും പെട്ടെന്ന് ഇതൊന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു ഭഗവതി. അമ്മയുടെ മനസ്സ് നിറഞ്ഞുള്ള പ്രാർത്ഥന കേട്ടപ്പോൾ കൺമണിക്ക് മറുത്തൊന്നും പറയാനും വയ്യ. അമ്മ പിന്നെയും ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ കൺമണി എപ്പോഴോ ഉറങ്ങിപ്പോയി. അപ്പോഴെല്ലാം ഉറക്കമില്ലാതെ കിടക്കുന്ന 2 പേർ കൂടിയുണ്ടായിരുന്നു, കാശിയും രമേശനും. അച്ഛന്റെ മരണത്തോടെ ഒറ്റപ്പെട്ടു പോയ ഒരമ്മയും മകളും, അതായിരുന്നു കൺമണിയെക്കുറിച്ചുള്ള ആദ്യ ചിത്രം. പക്ഷെ പിന്നീട് എപ്പോഴോ ആ കണ്ണുകളിൽ കണ്ട ഒറ്റപ്പെടലും നിസ്സഹായാവസ്ഥയും അവളെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. രാധയേക്കാൾ 3 വയസ്സിന് മൂത്തതാണ് രമേശൻ. കൺമണിയും രാധയും ഒരേ പ്രായക്കാരാണ്. അവളോട് തോന്നുന്ന ഇഷ്ടത്തിന് ഒരു പ്രത്യേകത, ഇടയ്ക്ക് എപ്പോഴും രാധയെ അന്വേഷിച്ച് വീട്ടിൽ വരുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കും, അല്ലെങ്കിൽ പണിക്ക് പോയില്ലേന്ന് വിശേഷം ചോദിക്കും. അതിൽ കൂടുതൽ ഒരു അടുപ്പവും ഉണ്ടായിരുന്നില്ല. കൺമണിയുടെ ഏട്ടൻ കുട്ടനുമായി അത്യാവശ്യ സൗഹൃദത്തിലാണ്. അയാളുടെ പെണ്ണുപിള്ളയ്ക്ക് പക്ഷെ ആരെയും കണ്ണിൽ പിടിക്കില്ല. +2-ൽ പഠിക്കുമ്പോൾ ഒരിക്കൽ 2 പേരെയും സ്കൂളിൽ കൊണ്ടുപോയി വിട്ടു. അന്നവൾ ബൈക്കിന് പിന്നിലിരുന്നപ്പോൾ അവളുടെ ഇളം ചൂടുള്ള കൈ തോളിൽ പതിഞ്ഞു. ആദ്യമായി അറിയുകയായിരുന്നു ആ പെണ്ണിന്റെ സ്പർശനം. മനസ്സിൽ സന്തോഷം കുതിച്ചു പൊട്ടി. അവരെ വിട്ട് തിരികെ വരുമ്പോൾ മനസ്സിൽ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം. പിന്നീട് മനസ്സുകൊണ്ട് അവളെ പ്രണയിക്കാൻ തുടങ്ങി. ഒരിക്കൽ പോലും ആ ഇഷ്ടം വാക്കിൽ പ്രകടമാക്കിയില്ല. അനിയത്തിയുടെ കൂട്ടുകാരിയെ ഏട്ടൻ ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞാൽ കൺമണിയുടെ സൗഹൃദം രാധയ്ക്ക് നഷ്ടമായാലോ എന്ന് കരുതി. എല്ലാം ഉണ്ണിയോട് മാത്രം പറഞ്ഞു. പക്ഷെ ഇത്രയും പെട്ടെന്ന് ആ പ്രണയം നഷ്ടപ്പെടുമെന്ന് കരുതിയില്ല. ഇടയ്ക്ക് വീട്ടിലെ ബുദ്ധിമുട്ട് കൂടി വന്നപ്പോൾ ഗൾഫിൽ പോകാൻ എല്ലാം ശരിയായതാണ്. അന്ന് പോകാതിരിക്കാനുള്ള ഏക തടസ്സം കൺമണിയായിരുന്നു. അവളോടുള്ള അടങ്ങാത്ത പ്രണയമായിരുന്നു. അച്ഛൻ മരിച്ചത് പിന്നെ കുടുംബഭാരം ഏറ്റെടുത്തപ്പോൾ ആവോളം ബാധ്യതയും കൂടെ കൂടി. കൺമണിയോട് ഇഷ്ടം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. പിന്നീട് അവളത് അംഗീകരിച്ചില്ലെങ്കിലോ? എന്നെ ഇഷ്ടമായില്ലെങ്കിൽ അത് താങ്ങാൻ കഴിയില്ല. പക്ഷെ പറയാതെ തന്റെ പ്രണയം ഉള്ളിൽ ഒതുക്കാനും കഴിയില്ല. നാളെ തന്നെ അവളോട് പറയണം. മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു രമേശൻ. നിദ്രയെ കൂട്ടുപിടിക്കാൻ നോക്കി. ഭക്ഷണം ഇങ്ങനെ നുള്ളിപ്പെറുക്കിയിരുന്നാൽ എങ്ങനെയാ കുട്ടാ? നീ വന്നതിലും ക്ഷീണിച്ചു പോയി. ഇനി കറികളൊന്നും പിടിക്കുന്നില്ലെന്നുണ്ടോ നിനക്ക്? എങ്കിൽ പറഞ്ഞാൽ മതി, ഇഷ്ടമുള്ളത് ഉണ്ടാക്കി തരാൻ രാഗിണിയോട് പറയാം. എനിക്ക് രാത്രിയിൽ ചോറ് പറ്റില്ലമ്മേ. ചപ്പാത്തി ആയാൽ സന്തോഷം. അതൊന്ന് പറഞ്ഞേക്ക്. കാശി കഴിപ്പ് മതിയാക്കി എഴുന്നേൽക്കാൻ ഭാവിച്ചു. അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മയുടെ മുഖഭാവം കണ്ടുകൊണ്ട് അവൻ ചോദിച്ചു. ഞങ്ങൾ വിവാഹത്തിന് വാക്കു കൊടുക്കട്ടെ? മുഹൂർത്തം അധികമില്ല. നിന്റെ തീരുമാനം അറിഞ്ഞാൽ. അമ്മയൊന്ന് നിർത്തി. അമ്മയും അമ്മാമ്മയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഇഷ്ടക്കുറവുണ്ടോ കുട്ടാ? അമ്മ സങ്കടത്തോടെ ചോദിക്കുന്നത് കേട്ടപ്പോൾ മനസ്സ് നൊന്തുപോയി. മനസ്സിലെ ഇഷ്ടമെല്ലാം ഒരുത്തിക്ക് മാത്രമായി കൊടുത്തുപോയി. ഇപ്പോൾ സ്നേഹിക്കാൻ മറന്നുപോയിരിക്കുന്നു. കാശിയുടെ ഒച്ചയിടറി. അമ്മ അമ്മാവനെ നോക്കിയത് കണ്ണുനീർ പൊഴിച്ചുകൊണ്ടാണ്. എന്റെ വേദന
അത് ഞാൻ പറഞ്ഞു. അത്രേയുള്ളൂ. നിങ്ങളുടെ തീരുമാനം അത് നടക്കട്ടെ. എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല. കാശി അകത്തേക്ക് കയറിപ്പോയി. ഏട്ടാ, രാവിലെ തന്നെ അവിടെ വരെ പോയി മുഹൂർത്തം കുറിച്ചത് അറിയിക്കൂ. അവരുടെ അഭിപ്രായവും എന്താന്ന് കേൾക്കാമല്ലോ. മാധവന്റെ ബന്ധുക്കളെ അറിയിക്കണ്ടേ പത്മം? ബലരാമൻ കഴിഞ്ഞ തവണ കണ്ടപ്പോൾ പോലും ചോദിച്ചു കാശിയുടെ വിവാഹകാര്യം. അറിയിക്കാം. എല്ലാം ഒന്ന് തീരുമാനിച്ചുറയ്ക്കട്ടെ. അതിനുശേഷം പറയാം. അല്ലാതെ ഇപ്പോഴേ പറയണ്ട. എല്ലാത്തിനും അസൂയയാണ് എന്റെ കുഞ്ഞിനോട്, മുഴുത്ത അസൂയ. രമണിയേട്ടത്തി അവരോട് പറയണം. മാധവേട്ടന്റെ ആകെയുള്ള പെങ്ങളല്ലേ. ഗായത്രിയെ കാശിയെ കൊണ്ട് കെട്ടിക്കാൻ ഒരു നോട്ടമുണ്ടായിരുന്നു. ഗൗരിമാൾ പോയപ്പോൾ അവരുടെ ആശ്വാസം ഞാൻ ആ കണ്ണുകളിൽ കണ്ടതാണ്. എന്റെ കുട്ടിക്ക് വേണ്ട ആ തോന്നിയാസിയെ. അടക്കോ ഒതുക്കോ ഒന്നുമില്ല. അവന് പണ്ടേ ഇഷ്ടമല്ല. പത്മം അവരുടെ ഇഷ്ടക്കേട് വെളിവാക്കി. അവന്റെ ഇഷ്ടം മുഴുവൻ ആ ഉരുവളിൽ മാത്രമായിരുന്നില്ലേ. പക്ഷെ ഈശ്വരൻ ആയുസ് കൊടുത്തില്ല. അതല്ലേ പെട്ടെന്നങ്ങ് പോയത്. അവളുടെ സ്ഥാനത്തേക്ക് മറ്റൊരുവളെ അവൻ പെട്ടെന്ന് അംഗീകരിക്കില്ല ഏട്ടാ. ദീർഘമായി നിശ്വസിച്ചു പത്മം. അതൊക്കെ സാവധാനം മാറിക്കൊള്ളും പത്മം. ഇത്രയും തന്നെ സമ്മതം പറയുമെന്ന് കരുതിയില്ലല്ലോ. എല്ലാം സാവകാശം മാറും. അതങ്ങനെ പ്രതീക്ഷിക്കാം. ഗൗരിയുടെ ഫോട്ടോ ചേർത്ത് പിടിച്ചു കിടക്കുകയാണ് കാശി. കുട്ടേട്ടനും കൂടി വരാമായിരുന്നു ഞങ്ങളുടെ ഒപ്പം. അവന്റെ മടിയിൽ തലചേർത്ത് വെച്ച് ഗൗരി ചിണുങ്ങി. എന്റെ പെണ്ണെ, ഞാൻ ഇവിടെ കമ്പനിയിൽ ജോലിക്ക് കയറിയിട്ട് 3 മാസമായതേ ഉള്ളൂ. അതിനിടയിൽ ഇതുപോലുള്ള ലീവുകൾ എടുത്താൽ മാനേജ്മെന്റിന് അത് ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ ജോലി തന്നെ നഷ്ടമായെന്ന് വരും. അതുകൊണ്ടല്ലേ ഞാൻ വരാതിരുന്നത്. മുഖം വീർപ്പിച്ചു വെച്ചിരിക്കുന്ന ഗൗരിയുടെ കവിളിൽ വിരലുകൊണ്ട് കുത്തിയിട്ട് കാശി അവൾക്ക് നേരെ കണ്ണു ചിമ്മി കാണിച്ചു. കുട്ടേട്ടന് ജോലി കിട്ടിയതിന്റെ അമ്മായി എന്തൊക്കെയോ നേർച്ചകളുണ്ട്. ഇവിടെ ഈ സ്വത്തും മറ്റും ഉണ്ടായിട്ടും കുട്ടേട്ടൻ എന്തിനാ ജോലിക്ക് പോകുന്നത്? ഇതൊക്കെ നോക്കി നടത്തിയാൽ പോരെ? ഇതൊക്കെ എന്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഞാൻ അതിന്റെ മുകളിൽ കയറി ഞെളിഞ്ഞിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ സ്വന്തമായി അധ്വാനിച്ച് 10 കാശുണ്ടാക്കുമ്പോഴേ അതിന്റെ വില നിനക്കറിയൂ. എന്തായാലും നിങ്ങൾ 3 പേരും കൂടി പോകാൻ തീരുമാനിച്ചല്ലോ. അപ്പോ സന്തോഷമായിട്ട് പോയിട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്. കുറെ നാളായി എന്നെ പിന്നാലെ നടന്ന് കൊതിപ്പിക്കുന്ന സാധനം. അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ ഞാൻ എടുക്കും കേട്ടോ. അയ്യേ, ഈ കാശിയേട്ടൻ. അവൾ വാ പൊത്തി ചിരിച്ചു. എഴുന്നേറ്റ് പോകാൻ നേരം അവന്റെ കവിളിൽ അമർത്തി ഉമ്മ വെച്ചു. ഇതാണ് എനിക്ക് ഇഷ്ടമാവാത്തത്. അവൾക്ക് ചുംബിക്കണമെന്ന് തോന്നുമ്പോൾ എന്നെ ഉമ്മ വയ്ക്കാം. എനിക്ക് തിരിച്ചു പാടില്ല. ഇതെവിടുത്തെ ന്യായം? ആ ന്യായം എഴുതിയ ബുക്ക് ഞാൻ പിന്നീട് ഒരിക്കൽ കാണിച്ചു തരാം കേട്ടോ. കുലുങ്ങി ചിരിച്ചുകൊണ്ട് അവൾ താഴേക്കിറങ്ങി ഓടി. ഓർമ്മകളുടെ കുത്തൊഴുക്കിൽ നിന്നും കാശി വേദനയോടെ പടിയിറങ്ങി. കണ്ണിന് മുന്നിൽ അന്നത്തെ ആക്സിഡന്റ് മാത്രം. കൂടെ തന്റെ അച്ഛനും ഗൗരിയും. നേർച്ചയും വഴിപാടും ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വിളിച്ചിരുന്നു. ഇടയ്ക്ക് വിളിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിന്റെ മുന്നിൽ നിർത്തിയെന്ന് ഗൗരി പറഞ്ഞു. കാശിയേട്ടൻ കൂടി വരേണ്ടതായിരുന്നു. എനിക്ക് ഏട്ടനെ വല്ലാതെ മിസ് ചെയ്തു. കാശിയേട്ടന്റെ കൈയും പിടിച്ച് മമ്മിയൊരു ആനക്കൊട്ടിലും വടക്കുന്നതിനും ഒക്കെ കാണാൻ പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ്. അതിനെന്താ, നമ്മുടെ വിവാഹം കഴിഞ്ഞ് ഹണിമൂൺ ട്രിപ്പ് തന്നെ ഗുരുവായൂരിലേക്കാക്കാം. പിന്നെ അമ്പലത്തിൽ നിന്ന് വന്ന് അടുത്ത ദിവസം ഞാൻ ചോദിച്ച കാര്യം ഞാൻ എടുക്കും കേട്ടോ. കുറെ നാളായി നീ എന്നിട്ട് പറ്റിക്കുന്നു. നിനക്കെപ്പോൾ വേണമെങ്കിലും ആകാം, എനിക്ക് പറ്റില്ല. അത് എവിടത്തെ ഇടപാടാ? കാശിയേട്ടാ, ഞാൻ ഫോൺ വയ്ക്കുവാ. അമ്മാവനും അമ്മായിയും കാറിൽ കയറി. ഫോൺ വയ്ക്കുന്നതിന് മുമ്പ് അവളുടെ ചുണ്ടുകൾ കീപാഡിൽ അമർന്നു. ഇപ്പോഴും അവളുടെ ചുണ്ടുകളുടെ തണുപ്പ് കാശിയുടെ കവിളിലുണ്ട്. എന്തിനാ പെണ്ണെ എന്നെ ഇത്രയ്ക്ക് സ്നേഹിച്ചത്? ഇപ്പോൾ നിന്റെ സ്ഥാനത്ത് മറ്റൊരുവളെ എനിക്ക് എങ്ങനെ സങ്കല്പിക്കാൻ കഴിയുമെടി? അവന്റെ വിഷമം മനസ്സിലാക്കിയതുപോലെ ചെമ്പകച്ചോട്ടിൽ നിന്നും തണുത്ത കാറ്റ് അവനെ തഴുകി തലോടി. അമ്മാവൻ മുകളിലേക്ക് കയറി വരുമ്പോൾ കാശി എഴുന്നേറ്റ് ബെഡിലിരുന്നു. എന്തിനാ അമ്മാമേ ഈ വയ്യാത്ത കാലും വെച്ച് ഈ പടി ഇങ്ങനെ കയറി വരുന്നത്? ഒന്ന് വിളിച്ചെങ്കിൽ ഞാൻ താഴേക്ക് വരില്ലായിരുന്നോ? അമ്മാവൻ കാശിയുടെ അടുത്തായി ബെഡിലിരുന്നു. അമ്മാമ്മയ്ക്ക് നിന്നോടൊപ്പം സംസാരിക്കാനുണ്ട് കുട്ടാ. കാശി എന്താണെന്നുള്ള ഭാവത്തിൽ അമ്മാവനെ നോക്കി. രാഗിണി ഉള്ളത് കൊണ്ട് ഇപ്പോൾ പത്മത്തിന്റെ കാര്യങ്ങൾ നടന്നു പോകുന്നു. അവൾക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കുന്നതിലും എനിക്ക് പരിമിതികളുണ്ട്. അടുക്കളക്കാര്യവും പത്മത്തിന്റെ കാര്യവും ഒക്കെയായി രാഗിണിക്ക് ഇപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. തുറന്നു പറയുന്നില്ലെങ്കിലും അവളുടെ പല പ്രവൃത്തികളിലും ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. നീ വിവാഹം കഴിക്കുന്നത് പത്മത്തെ നോക്കാൻ ജോലിക്കാരിയായിട്ടല്ല, മറിച്ച് പത്മത്തിന് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു വിരിക്കാൻ ഒരു മോള്. എന്റെയും പത്മത്തിന്റെയും കാലം കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ആരാടാ? ആ പാവ ഈ ഉന്തുവണ്ടിയിലിരുന്ന് നിന്നെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ബാക്കിയില്ല. ആകെ ഉണ്ടായിരുന്ന പൊന്നുമോൾ മരിച്ചിട്ടും ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ നീ ഒരു കുടുംബമായി കാണാനാണ്. നീ എന്റെ മകളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ
ഒരു വിവാഹം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കണം. ഇല്ലെങ്കിൽ എന്റെ മോളുടെ ആത്മാവിന് പോലും ശാന്തി കിട്ടില്ല. നീ ഇങ്ങനെയെല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ എന്റെ ആത്മാവ് ഗതിയില്ലാതെയായി പോവും. അതുകൊണ്ട് ഈ വിവാഹം ഞങ്ങൾ ഉറപ്പിക്കാൻ പോവുകയാണ്. കൺമണി നല്ലൊരു കുട്ടിയാണ്. പതിയെ പതിയെ നീ എല്ലാം മറന്ന് അവളെ സ്നേഹിക്കാൻ തുടങ്ങും. വാക്കു കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് നിന്നോടൊന്ന് പറയാമെന്ന് കരുതി. അതല്ല, ഇപ്പോഴും നിനക്കൊന്നും പറ്റുന്നില്ല എങ്കിൽ പറഞ്ഞാൽ മതി. എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് നാളെ തന്നെ ഞാൻ എന്റെ യാത്രയ്ക്ക് പുറപ്പെടും. കാശി എല്ലാം കേട്ടുകൊണ്ട് ഒന്നും മിണ്ടാതെ ഇരുന്നു. അമ്മാവൻ അവർക്ക് വാക്കു കൊടുത്തോളൂ, എനിക്ക് സമ്മതമാണ്. അവന്റെ വായിൽ നിന്നും അത്രയും കേട്ടപ്പോൾ തന്നെ ശേഖരന് സമാധാനമായി. രാധയുടെ വീട്ടിൽ നിന്നും അവളെ കാണാൻ വേണ്ടി കൺമണി ഉച്ചയോടുകൂടി ചെന്നു. അമ്മിണിയെ അഴിച്ചു കെട്ടിക്കൊണ്ട് ചെല്ലാനായി അമ്മ വിട്ടതായിരുന്നു. എന്തായാലും രാധയെ കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി അവിടെ കയറി. രാധേ, ഡീ. വേലിക്കൽ നിന്ന് കൺമണി നീട്ടി വിളിച്ചു. ഒന്ന് രണ്ട് തവണ വിളിച്ചിട്ടും അനക്കമൊന്നുമില്ലാതായപ്പോൾ അവൾ അകത്തേക്ക് കയറി. രാധേ. പെട്ടെന്നാണ് വരാന്തയുടെ സൈഡിലുള്ള റൂമിൽ നിന്നും രമേശൻ പുറത്തേക്കിറങ്ങി വന്നത്. ആഹാ, ഇതാര്, കൺമണിയോ? രാധ ഇവിടെ ഇല്ല. തയ്ച്ച തുണി വാങ്ങാൻ പോയിരിക്കുകയാണ്. എന്താ അത്യാവശ്യം? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഏട്ടാ, ഞാൻ അമ്മിണിയെ അഴിച്ചു കെട്ടാൻ വന്നതാണ്. അപ്പോൾ പിന്നെ രാധയെ കൂടി കാണാമെന്ന് കരുതി. ഞാൻ കൺമണിയെ കാണാനിരിക്കുകയായിരുന്നു. വിരോധമില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് സംസാരിക്കാമോ? അവന്റെ മുഖത്തെ പരിഭ്രമവും മറ്റും കണ്ടപ്പോൾ കൺമണി വെപ്രാളത്തോടു കൂടി മുഖത്തേക്ക് നോക്കി. എന്താ? അത് പിന്നെ, എനിക്ക് കൺമണിയെ ഇഷ്ടമാണ്. ഇപ്പോഴല്ല, കുറേയായി പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അവസരം കിട്ടിയില്ല. പതർച്ചയോടെ പറയുന്നവന്റെ മുഖത്തേക്ക് കൺമണി നോക്കി. എന്തു മറുപടി പറയണമെന്ന് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല. എനിക്ക് അങ്ങനെയൊരു ഇഷ്ടം ഇതുവരെ രമേശേട്ടനോട് തോന്നിയിട്ടില്ല. രാധയുടെ ഏട്ടൻ എന്റെയും ഏട്ടൻ എന്ന് മാത്രമേ ഇത്രയും നാളും കരുതിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കൊരു ഇഷ്ടം. രാധ പറഞ്ഞില്ലേ എന്റെ വിവാഹം? പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വന്നു എന്ന് രാധ പറഞ്ഞു. അത് ഉറപ്പിച്ചില്ലല്ലോ കൺമണി? ഇല്ല, അവിടുന്ന് ആള് വന്നിട്ടുണ്ടായിരുന്നു. വിവാഹം ഉറപ്പിച്ചു. അവന്റെ മുഖത്തെ നിരാശ കൺമണി വ്യക്തമായി കണ്ടു. ഞാൻ പോട്ടെ. കൺമണി വേഗം അവിടെ നിന്ന് നടന്നു മാറി. എല്ലാം കൈവിട്ടുപോയ വേദനയോടെ രമേശൻ ഇരുന്നു. കണ്ണേ. ചെമ്പരത്തിച്ചോട്ടിൽ നിന്ന് നീട്ടിയുള്ള രാധയുടെ വിളി കേട്ട് കൺമണി പുറത്തേക്കിറങ്ങി. പെണ്ണുകാണൽ കഴിഞ്ഞതിന്റെ ബാക്കി വിവരങ്ങൾ അറിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണെന്ന് കൺമണിക്ക് മനസ്സിലായി. എടി, എന്തായി ബാക്കി കാര്യങ്ങൾ? ഒന്നും അറിയാതെ എനിക്ക് ആകെ വിമ്മിഷ്ടം തന്നെ. രാധയുടെ വർത്തമാനം കേട്ട് കൺമണി അവളെ തന്നെ നോക്കി. ഇന്ന് വീട്ടിൽ ചെന്നതും രമേശൻ പറഞ്ഞ കാര്യങ്ങളും ഒന്നും തന്നെ രാധയോട് കൺമണി പറഞ്ഞില്ല. എന്തുകൊണ്ടോ അത് പറഞ്ഞ് രാധയെ വിഷമപ്പെടുത്താൻ കൺമണിക്ക് തോന്നിയില്ല. അവിടുന്ന് ആള് വന്നിട്ടുണ്ടായിരുന്നു. വിവാഹത്തിന്റെ ഏർപ്പാടൊക്കെ അവര് ചെയ്തു കൊള്ളാം. അടുത്ത ഒരു ദിവസം മുഹൂർത്തം കുറിച്ച് അറിയിക്കാമെന്ന് പറഞ്ഞു. പറയുമ്പോൾ കൺമണിയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നുമില്ലായിരുന്നു. ഇതോടുകൂടി നിന്റെ കഷ്ടപ്പാടെല്ലാം തീരാൻ പോവുകയാണ് കണ്ണേ, നോക്കിക്കോ. ആ ചേട്ടനാള് പൊളിയാണ് കേട്ടോ. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ് കണ്ണേ. അമ്മയുടെ നീട്ടി വിളി കേട്ട് അവൾ വേഗം വീട്ടിലേക്ക് ഓടി. കുന്നത്ത് വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ദ്രുതഗതിയിൽ തുടങ്ങി. മേടം 10, 10-ാമതേറ്റിന്റെ അന്ന് തന്നെയാണ് വിവാഹം നടത്താമെന്ന് ധാരണയായി. അത് കൃത്യമായി കൺമണിയുടെ വീട്ടിൽ അറിയിക്കുകയും ചെയ്തു. വിവരങ്ങൾ അറിഞ്ഞപ്പോൾ നാരായണി മൂക്കത്ത് വിരൽ വെച്ചു. മേടം 10 പറഞ്ഞാൽ ഇനി കുറച്ചു ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് എന്തൊക്കെ കൂട്ടണം. ചെലവിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും നിങ്ങളൊന്നും അറിയേണ്ട. അതെല്ലാം കുന്നത്തു നിന്നും കൃത്യമായി ഇവിടെ എത്തിച്ചു കൊള്ളും. ഔദാര്യമായി വച്ച് നീട്ടുന്നതാണെന്നുള്ള ചിന്ത വേണ്ട. നിങ്ങളുടെ മകൾക്ക് അറിഞ്ഞു കൊടുക്കുന്നതാണ്. കുന്നത്തെ കാശിനാഥന്റെ പാതിയായി മോൾക്ക് ഒരു കുറവും ഇല്ലാണ്ട് തന്നെ അവിടെ എത്തും. ശേഖരന്റെ മനസ്സ് നിറഞ്ഞുള്ള വാക്കുകൾ കേട്ടപ്പോൾ നാരായണിയുടെ കണ്ണ് നിറഞ്ഞു തുളുമ്പി. എന്നാൽ ഇനിയും നിന്ന് സമയം കളയുന്നില്ല, ഇറങ്ങുന്നു.